നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ തുറക്കുന്നത് വിപണിയുടെയും അവസരങ്ങളുടെയും വാതിൽ. തൊഴിൽ വിസകൾക്ക് ഇളവ്, ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഒട്ടേറെ അവസരങ്ങൾ. തൊഴിൽപരമായ വിസകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഒട്ടേറെ അവസരങ്ങൾ തുറന്നതാണ് ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യൻ കമ്പനിയിലെ ജീവനക്കാരെ അതേ കമ്പനിയുടെ ബ്രിട്ടീഷ് ശാഖയിലേക്ക് മാറ്റുമ്പോൾ ഇൻട്രാ കോർപ്പറേറ്റ് ട്രാൻസ്ഫറീസ് ICT 3 വർഷത്തെ വിസ ലഭിക്കും. ജീവനക്കാർക്ക് പുറമെ ജീവിത പങ്കാളിക്കും തൊഴിൽ വിസ ലഭിക്കുമെന്നാണ് മെച്ചം. ഇവർക്ക് ബ്രിട്ടനിൽ ജോലി ചെയ്യാം. IT മേഖലയിൽ മാത്രം 60,000 ഇന്ത്യക്കാർ ബ്രിട്ടനിലെ ICT രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 3 വർഷത്തെ വിസ ബ്രിട്ടന്റെ വിവേചനാധികാരമനുസരിച്ച് നീട്ടാനും സാധ്യതയുണ്ട്. കമ്പനി ജീവനക്കാർക്ക് പുറമെ ഗ്രാജുവേറ്റ് ട്രെയിനികൾക്കും ഇതേ വിസ ലഭിക്കും. ബിസിനസ് സന്ദർശനത്തിനായി പോകുന്നവർക്ക് 90 ദിവസത്തെ വിസ നൽകും. ബ്രിട്ടനിൽ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ 1 വർഷത്തെ വിസയും ലഭിക്കും. ബ്രിട്ടനിൽ ഓഫീസ് ഇല്ലെങ്കിലും ഇവിടെ കരാർ ലഭിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് കോൺട്രാക്ടർ സർവീസ് സപ്ലയേഴ്സ് 1 വർഷത്തെ വിസ നൽകും. തൊഴിൽ കരാറിൻ്റെ ഭാഗമായി പോകുന്ന സ്വതന്ത്ര പ്രൊഫഷണലുകൾക്കും 1 വർഷത്തെ വിസ നൽകും. ഈ ഭാഗങ്ങളിലൊന്നും ബ്രിട്ടൻ ക്വാട്ട വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടില്ല. അതായത് വിസകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഉണ്ടാകില്ല. യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കും. നഴ്സുമാർ, ഡോക്ടർമാർ അടക്കമുള്ള പ്രൊഫഷണൽ യോഗ്യത ഉള്ളവർക്ക് പരസ്പര അംഗീകാരം നൽകാനുള്ള ഉടമ്പടി 3 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാഥാർത്ഥ്യമാകും. ബ്രിട്ടനിൽ ചെല്ലുന്ന ഇന്ത്യൻ പ്രൊഫഷണൽ അവിടുത്തെ യോഗ്യത പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കും. 20% ശമ്പളം മിച്ചം പിടിക്കാം. 3 വർഷത്തിന് താഴെയുള്ള കാലയളവിലേക്ക് ജോലി ആവശ്യത്തിനായി ബ്രിട്ടനിലേക്ക് പോകുന്നവർ ഇതുവരെ അവരുടെ ശമ്പളത്തിൻ്റെ 20%-ലേറെ അവിടുത്തെ സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിലേക്ക് നികുതിയായി നൽകണമായിരുന്നു. വ്യാപാര കരാറിലെ പുതിയ വ്യവസ്ഥയനുസരിച്ച് അവിടെ ഇനി നികുതി നൽകേണ്ടതില്ല. $50 കോടി പ്രതിവർഷം ഇന്ത്യൻ കമ്പനികൾക്കും പ്രൊഫഷണലുകൾക്കും ശമ്പള ചെലവിൽ ലാഭിക്കാം. സ്കോച്ചിനും ജിന്നിനും മാത്രം കൂടുതൽ ഇളവ്. ബ്രിട്ടനിൽ നിന്നുള്ള സ്കോച്ച് വിസ്കിയും ബ്ലെൻഡൻ അടക്കം ജിന്നിനും മാത്രമാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ 150%-ൽ നിന്ന് 40%-ആയി തീരുവ കുറയ്ക്കുന്നത്. ബ്രാൻഡി, ടെക്കീല, റം, വോഡ്ക, കോഡിയൽ എന്നിവയുടെ തീരുവ 150%-ആയിരുന്നത് 75%-ആയി മാത്രമേ കുറയൂ. സ്കോച്ച് വിസ്കിയുടെ തീരുവ കരാർ പ്രാബല്യത്തിൽ വരുന്ന ദിവസം 75%-ആയി കുറയും. ബാക്കിയുള്ളവയുടേത് 110%-ആകും. പിന്നീടുള്ള 10 വർഷത്തിനിടെയാണ് യഥാക്രമം 40%-വും 75%-ആകുന്നത്. സ്കോച്ചും ജിന്നും ഒഴികെയുള്ള മദ്യങ്ങൾക്ക് തീരുവയിളവ് ലഭിക്കണമെങ്കിൽ ലിറ്ററിൽ $5 മുതൽ $6 വിലയ്ക്ക് മുകളിലായിരിക്കണം. വില മിനിമം ഇറക്കുമതി വിലയാണ്. ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാനാണിത്. ആഡംബര കാറുകൾ 5 വർഷത്തിൽ തീരുവ 10%. ബ്രിട്ടനിൽ നിന്നുള്ള ആഡംബര വാഹന ഇറക്കുമതി തീരുവ 110% വരെ ആയിരുന്നത് പരിമിതമായ കോട്ട അടിസ്ഥാനത്തിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 10%-ആയി ഇന്ത്യ കുറയ്ക്കും. ജാഗ്വാർ, ലാൻഡ് റോവർ, ആസ്റ്റൺ മാർട്ടിൻ, റോൾസ് റോയ്സ് തുടങ്ങിയുള്ള വിലയിൽ ഗണ്യമായ കുറവുണ്ടായേക്കും. ഉയർന്ന എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇളവ്. ആദ്യ വർഷം ബ്രിട്ടനിൽ നിന്നുള്ള 20,000 കാറുകളുടെ ഇറക്കുമതിക്ക് 30 മുതൽ 50% വരെ ആയിരിക്കും തീരുവ. 5-ാം വർഷത്തിൽ കോട്ട 37,000 കാറുകളായി ഉയരുകയും തീരുവ 10%-ആയി കുറയുകയും ചെയ്യും. പിന്നീട് കോട്ട ഘട്ടംഘട്ടമായി കുറഞ്ഞ് 15 വർഷം 15,000-ആയി കുറയും. ഇലക്ട്രിക് കാറുകൾക്ക് ആദ്യ 5 വർഷ തീരുവയിളവിൽ നൽകില്ല. ഏകദേശം 46 ലക്ഷം രൂപയ്ക്ക് 40,000 പൗണ്ട് താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീരുവ ഇളവുണ്ടാകില്ല. ആഭ്യന്തര വിപണിക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാനാണിത്. ഇന്ത്യ കരാറിൽ നിന്ന് ഒഴിച്ചു നിർത്തിയവ എന്തൊക്കെയെന്ന് നോക്കാം. രാജ്യത്തെ കർഷകർക്ക് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ ചുവടെയുള്ള ഇനങ്ങളുടെ തീരുവ ഇന്ത്യ കുറച്ചിട്ടില്ല. ക്ഷീരമേഖലയിൽ പാല്, ചീസ്, വെണ്ണ, നെയ്യ്, ധാന്യങ്ങൾ, അരി, ചോളം, മില്ലറ്റുകൾ, പഴങ്ങൾ, ആപ്പിൾ, കൈതച്ചക്ക, ഓറഞ്ച്, പോംഗ്രാനൈറ്റ്, പച്ചക്കറികൾ, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, കോളിഫ്ലവർ, കാബേജ്, റാഡിഷ്, പയർ, ബീൻസ്, മത്തങ്ങ, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, പാവയ്ക്ക, ചൂരയ്ക്ക, ഭക്ഷ്യ എണ്ണ, സോയാബീൻ ഓയിൽ, പാം ഓയിൽ, കടുകെണ്ണ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, എണ്ണക്കുരു, സോയാബീൻ, നിലക്കടല, കടുക്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.